ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. നല്ലൊരു ഫ്രഷ് ഡേ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കുറച്ച് നടക്കുവാണ്. നടക്കാൻ ഇറങ്ങിയതല്ല, ആക്സിഡൻ്റലി നടക്കേണ്ടി വന്നതാണ്. പിന്നെ രാവിലെ എനിക്ക് കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുവന്നാക്കേണ്ടി വന്നു. അപ്പം സാധാരണയായിട്ട് എനിക്ക് രാവിലെ ആ ഡ്യൂട്ടി ഉണ്ടാവാറില്ല. അവളുടെ ഫാദറാണ് കൊണ്ടാക്കാറ്. ഇന്നിപ്പോൾ അവർക്ക് വേറൊരു സ്ഥലത്ത് പോകേണ്ടി വന്നുകൊണ്ട് ഞാൻ ആ ജോലി ഏറ്റെടുത്തു. അങ്ങോട്ട് പോകുമ്പോൾ ഊബർ വിളിച്ചു ഇങ്ങോട്ട് നടന്നു വരികയാണ്. അപ്പോൾ കാലാവസ്ഥയൊക്കെ നല്ല അടിപൊളി കാലാവസ്ഥയാണ്. പക്ഷെ ഞാനിപ്പം നടന്നു വന്നത് ആ ഊബർ വേറൊരു വഴി കൂടെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ആ വഴി കൂടെ ഒന്ന് തിരിച്ച് നടന്നു നോക്കി നോക്കാം, എങ്ങോട്ട് എത്തും എന്നറിയാമല്ലോ. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നത് ഞാൻ വഴി തെറ്റിയിട്ടുണ്ടെന്നാണ്. കാരണം ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ക്ലവറൊന്നുമല്ല. വഴികൾ കണ്ടുപിടിക്കാൻ ഞാൻ പൊതുവേ കുറച്ച് പുവറാണ്. എനിക്കത്ര അങ്ങോട്ട് അറിഞ്ഞുകൂടാ. വഴികളൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയൊക്കെ വളരെ കുറവാണ്. എന്തായാലും നടന്നു നോക്കാം, ഏത് വഴി കൂടെ പോയാലും എത്തും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ ലാസ്റ്റിലൊരു അവസാനത്തെ അടവ് പ്രയോഗിക്കും, ഗൂഗിൾ മാപ്പിലെടുക്കും. വൈകുന്നേരം ഇവിടെ കറങ്ങിത്തിരിഞ്ഞ് എത്തും. ഇന്ന് രാവിലെ എഴുന്നേൽക്കാനായിട്ട് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. നൈറ്റ് സുഖമായിട്ട് ഉറങ്ങി, നല്ലോണം ഉറക്കമൊക്കെ കിട്ടി. പക്ഷെ രാവിലെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് തണുപ്പും കൂടിയല്ലേ ഈ സമയത്ത്. അപ്പോൾ സമയത്ത് എണീക്കുക എന്ന് പറഞ്ഞാൽ ലേശം മടിയുള്ള കാര്യം. ആ സമയത്ത് ഉറക്കം, അതാണ് സ്വർഗം എന്ന് പറയുന്ന പോലെയാണ് ആ സമയത്ത് ഉറക്കം. കുറച്ച് തണുപ്പും കൂടി ഉണ്ടെങ്കിൽ ഒരു കമ്പിളിപ്പതുപ്പൊക്കെ തല വഴി അങ്ങ് മൂടി കിടന്നുറങ്ങും. പക്ഷേ അതിലും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹോളിഡേ ഉള്ള ദിവസങ്ങളിൽ പാടില്ല. എന്തെങ്കിലും ജോലിയോ സ്കൂളോ കോളേജോ ഒക്കെ ഉള്ള ദിവസം വേണം അങ്ങനെ ഉറങ്ങാൻ. അങ്ങനെ ഉറങ്ങുമ്പോൾ ഒരു 5 മിനിറ്റ് കൂടി കിടക്കുമ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ, ഒരു രസമുണ്ടല്ലോ, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത്രയും ഹാപ്പിയാണ്. ഇവിടെ എന്തോ വർക്കൊക്കെ നടക്കുന്നു കേട്ടോ. ഞാനിതിപ്പോൾ എവിടെ എത്തും എന്ന് എനിക്കൊരു പിടുത്തവും ഇല്ലാണ്ടിരിക്കുകയാണ്. ഏതോ ഒരു പാർക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ എങ്ങനെ തിരിച്ച് വീട്ടിൽ പോകും നോക്കാം. ദർ ഇസ് എ വേ എന്നല്ലേ, നോക്കാം. കുറച്ച് അല്ലെങ്കിൽ രാവിലെ നടന്നു എന്ന് പറയാമല്ലോ. കുറച്ച് സമയം വൈകിയാലും രാവിലെ ഇത്തിരി നടന്നു എന്ന് വിചാരിക്കാമല്ലോ. അപ്പോൾ ഞാനൊരു വലിയ പാർക്കിൻ്റെ അവിടേക്ക് എത്തി. അപ്പോൾ ഈ പാർക്കിൻ്റെ അവിടെ നിന്ന് കണക്ട് ചെയ്ത് വേറൊരു പാർക്കുണ്ടെന്ന് എനിക്ക് ഓക്കെ ഒരു വഴി കിട്ടി. ഈ പാർക്കിൻ്റെ അവിടെ നിന്ന് സ്ട്രെയിറ്റായിട്ട് നടന്നാൽ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു പാർക്കിലെത്തും എന്നാണ് എൻ്റെ ഒരു ധാരണ ശരിയാവട്ടെ. നല്ല മരം പൂത്തുലഞ്ഞ് നിൽക്കുന്നുണ്ട് ഇവിടെ. അതിൻ്റെ ഇലകളാണ് ആ ഭംഗിയിൽ നിൽക്കുന്നത്. ബട്ട് അതുമ്മേ ചെറിയ പൂക്കളും കായ്കളൊക്കെ ഉണ്ട്. എനിക്ക് എല്ലാ കായ്കളും പറിച്ചത് എഡിബിൾ ആണോ എന്ന് നോക്കണ ഒരു സ്വഭാവമുണ്ട്. എപ്പോഴും എനിക്ക് വഴക്ക് കേൾക്കുന്നത് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. കാരണം എപ്പോഴാണോ നമുക്ക് ഫുഡ് പോയ്സണൊക്കെ അടിക്കാമെന്നറിയില്ല. സോറി, അതിൻ്റെ ഇടയ്ക്ക് ഒരു വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. വഴിയിൽ ഒരു ഇലയൊക്കെ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനതുകൊണ്ട് കുറച്ച് സ്റ്റോപ്പ് ചെയ്തു. ഇതാണ് ഒരു വലിയ, നമ്മൾ വീടിൻ്റെ കുറച്ച് ദൂരെയുള്ള ഒരു വലിയ പാർക്ക്. നമ്മളിടയ്ക്ക് കളിക്കാൻ വരാം. ഇനി നേരെ പോയാൽ എത്തും എന്നുള്ള ഒരു ഇതിലാണ് നടക്കുന്നത്. കുറച്ചുകൂടെ നോക്കാം.
എത്തിയില്ലെങ്കിൽ നമുക്കപ്പോൾ നോക്കാം. വേറെ വഴിയായതുകൊണ്ട് വേറിട്ട ചില കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ എൻ്റെ ആക്ടിവിറ്റീസ് ഇതൊക്കെ ആയിരുന്നു. രാവിലെ ഒരു 6:30 ഒക്കെ ആകുമ്പോൾ എഴുന്നിട്ട് ഞാൻ വിചാരിച്ച് എനിക്ക് കുറച്ച് പണികളൊക്കെ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഉറങ്ങണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹത്തിലായിരുന്നു. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഉറക്കം തൂങ്ങിക്കൊണ്ടുണ്ടാക്കി. പിന്നെ പുട്ടും പയറുമാണ് ഉണ്ടാക്കിയത്. ചമ്പാവരി പുട്ടുപൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, ഉണ്ടാക്കി. പിന്നെ എനിക്ക് ഉണ്ടല്ലോ ഈ വേറെ കമ്പനിയുടെ വണ്ടി വരുന്നുണ്ട്. എനിക്കതെന്നെ പറ്റിയിട്ട് പോകാം, നോക്കാതെ നടന്നു. അപ്പം എനിക്കുണ്ടല്ലോ ഈ പുട്ടുപൊടി ഓരോരോ കമ്പനിയുടെ കിട്ടുമല്ലോ. അപ്പോൾ ഓരോ കമ്പനിയുടെ ഇതിനും ഓരോ രീതിയിലാണ് അതിൻ്റെ ഒരു മിക്സിംഗ് ഒക്കെ വരുന്നത്. എന്ത് സാധനം, എന്തോ ഒരു നല്ല ഫ്ലവർ. നമ്മുടെ റോസപ്പൂവല്ലേ. ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന തരത്തിലുള്ളൊരു കട്ട മുല്ലപ്പൂവാണ് നിൽക്കുന്നതെന്ന് വിചാരിച്ചു. അല്ല. അപ്പം നമ്മുടെ ഈ വേറെ പുട്ടുപൊടി വാങ്ങുമ്പോഴേ അപ്പം അതിൻ്റെ ആ ഒരു മിക്സിങ് ഡിഫറെൻ്റാണ്. അത് വെള്ളം ചേർക്കേണ്ടതാണ്. ചിലപ്പോൾ നല്ല തരികളുള്ള പുട്ടുപൊടിയിൽ കുറച്ച് വെള്ളം, നാട്ടിൽ നിന്ന് ഞാൻ മേടിക്കുമ്പോൾ മിക്കവാറും ഉണ്ടല്ലോ റഫായിട്ടുണ്ടാവാറുണ്ട് പുട്ട്. അപ്പോൾ എനിക്ക് തോന്നും അപ്പം ഞാൻ പിന്നെ അതിൻ്റെ മിക്സിങ് ഒന്ന് ശരിയാക്കി കുറച്ചും കൂടിയൊക്കെ വെള്ളം ചേർത്ത് വെച്ച് നല്ലോണം കുറച്ച് നേരമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ശരിയാവാറുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഇവിടുത്തെ പുട്ടുപൊടികളിൽ പ്രയോഗിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ വെള്ളം കൂടി കഴിഞ്ഞപ്പോൾ വേറെ രീതിയിലൊക്കെയാണ് പുട്ട് ആവി വരുന്നില്ല, വെള്ളം കൂടുന്ന പോലെ. അപ്പോൾ ഓരോ കമ്പനിക്കും ഓരോ രീതിയിലാണ് ഇവിടെ കിട്ടുന്നതിൻ്റെ ആ ഒരു ഇത് വരുന്നത്. ഇന്നൊരു ആര്യാസിൻ എന്ന് പറയുന്ന കമ്പനിയുടെ ചമ്പാവരി പുട്ടുപൊടിയാണ് കിട്ടിയിട്ടുള്ളത് ഉണ്ടായിരുന്നത്. അത് പിന്നെ ചെറുപയർ കറി ഞാൻ സാധാരണ വയ്ക്കുന്ന പോലെയല്ല കേട്ടോ ചെറുപയർ കറി വെച്ചേക്കുന്നത്. സിസ്റ്ററിന് ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വന്ന് നമ്മുടെ കഫേയുടെ അവിടേക്ക് എത്തി. പക്ഷെ ഞാൻ അവിടെ അല്ലായിരുന്നു ഞാൻ തിരിയേണ്ടത്. ഞാൻ വേറെ സ്ഥലത്തായിരുന്നു കട്ട് ചെയ്യേണ്ടത്. ഇവിടെ കട്ട് ചെയ്ത് ഇപ്പോൾ ഈ കഫേയുടെ അവിടെ എത്തി. പക്ഷേ ഇതല്ലായിരുന്നു കൂട്ട്, അങ്ങോട്ട് മാറിയിട്ടായിരുന്നു വേണ്ടത്. ഇനിവേ അപ്പോൾ ഇനി എന്തായാലും നമ്മൾ എത്തിയല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ എല്ലാവരും ബിസിയല്ലേ നാട്ടിൽ, മഴയൊക്കെയാണോ അവിടെ? എല്ലാവരും ജോലി തിരക്ക്, പഠിക്കാനുള്ള തിരക്ക്. എല്ലാവർക്കും ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പം മടിയൊക്കെ പിടിച്ചിരിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. കാരണം ലൈഫ് സ്റ്റൈലൊക്കെ മാറിയില്ല. എല്ലാവർക്കും നന്നാവണം, എല്ലാവർക്കും നല്ല വീട് വേണം, കാറ് വേണം, നല്ല ഡ്രസ്സിട്ട് നടക്കണം. അല്ല, പണ്ടൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് കുറേ മടിയന്മാരോട് PSCനൊക്കെ കാണാറുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ, കുറച്ച് രാവിലെ ഇത്തിരി കഞ്ഞി കിട്ടിയാൽ മതി, നമ്മൾ മുടി പൊതിച്ച് എവിടെയെങ്കിലും കിടക്കാനും ഇത്തിരി സ്ഥലം കിട്ടിയാൽ ഉറങ്ങും. അങ്ങനെയൊക്കെയുള്ളൊരു ടീംസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി. എല്ലാവരും ഇപ്പം രക്ഷപ്പെടണം, നന്നാവണം. കാരണം ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ കാണുമ്പോൾ നമുക്കതുപോലെ വേണം. അവർ നല്ല കാറ്, നല്ല വണ്ടിയിലാണ് അവർ യാത്ര ചെയ്യുന്നത്, അവർക്ക് സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിൽ നമുക്കും അത് വേണം. അതുപോലെ ഒരാൾക്ക് നല്ല വീടുണ്ടെങ്കിൽ എനിക്കും അതുപോലെ വീട് വേണം. ഞാനെന്തിനാ ഈ മോശം വീട്? എല്ലാവരും എൻ്റെ ഫ്രണ്ട്സൊക്കെ അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകരൊക്കെ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ ഞാൻ മാത്രം എന്തിനാ മോശമായിട്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവർക്കും ചിന്തകളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഹാർഡ് വർക്കേഴ്സാണ്. ഞാൻ എൻ്റെ ഒരു അസംഷൻ പറയുകയാണ് കേട്ടോ. എൻ്റെ ഒരു കണ്ടിട്ട് മൊത്തത്തിലെല്ലാം കണ്ടിട്ട് അങ്ങനെയാണെന്നാണ് വിചാരിക്കുന്നത്.
അപ്പോൾ അങ്ങനെ ആവട്ടെ, നാട് നന്നാവട്ടെ, എല്ലാവരും മാറട്ടെ. പിന്നെ എല്ലാവർക്കും ഒക്കെ വിദേശത്തൊക്കെ പോയിട്ട് നല്ല ജോലി വേണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുള്ളവരുണ്ട്, അതിനു വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. പക്ഷെ എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നാട്ടിൽ തന്നെയാണെങ്കിലും എല്ലാവർക്കും ഒരു നല്ല സെറ്റിൽഡ് ആയിട്ടുള്ള ലൈഫ് വേണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും ബിസി ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സമയത്തൊന്നും അധികം ഒരു എഴുന്നേറ്റിട്ടുണ്ടാകാൻ വഴിയില്ല. 6:30 ഒക്കെ ആയി കാണുള്ളൂ അല്ലേ അവിടെ. 6:30 7 o'clock സ്കൂളിൽ കോളേജിൽ പോകുന്ന കുട്ടികളൊക്കെ പിന്നെ ഇത് ഫിഗ് ട്രീ ആട്ടോ, ഒരു വീട്ടിലുള്ള. പിന്നെ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് ജസ്റ്റ് പാസ് ചെയ്ത് പോകും. ഇതെന്ത് ചെടിയാണെന്ന് എനിക്കറിയില്ല. ഞാനെപ്പോഴും കുറച്ച് നേരം നോക്കി നിൽക്കാറുണ്ട് ഈ ചെടി നോക്കിയിട്ട് ഇതെന്താണെന്നാണ് വന്ന സമയത്തൊക്കെ. ഇപ്പോൾ അതിൻ്റെ ആ ഒരു ക്യൂരിയോസിറ്റിയൊക്കെ പോയി തുടങ്ങി. 2 years ആയില്ല ഓൾമോസ്റ്റ് ഞാനിവിടെ. അപ്പോൾ വന്ന സമയത്തൊക്കെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കാണാൻ, അയ്യോ ഇതെന്താ ഇത്, നാട്ടിലൊന്നും കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ അതിൻ്റെ ക്യൂരിയോസിറ്റിക്ക് നമുക്ക് പോയി. ഇപ്പോൾ ഞാൻ കുറച്ചുണ്ടല്ലോ, ഈയിടെയായിട്ട് ഞാൻ ഒത്തിരി ഡൗണാണ്. എന്നും എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്തതുപോലെ നടക്കുന്നില്ലേ എന്ന് എനിക്കൊരു സംശയം തോന്നുന്നു. എന്തോ ഒരു ഇച്ഛാഭംഗം, നമ്മൾ വിചാരിച്ച പോലെ മുന്നോട്ട് പോകുന്നില്ല. ഒരു ഡൗട്ട്, നമ്മൾ ചെയ്ത കാര്യങ്ങൾ ശരിയല്ലേ, നമ്മുടെ പ്ലാനുകളൊന്നും ശരിയല്ലേ, വർക്കൗട്ട് ആവുന്നില്ലേ എന്നൊക്കെ ഒരു ഡൗട്ട്. അത് കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ മനസ്സിലാവും എനിക്ക് ഇത് കറക്റ്റാണ്. അല്ലെങ്കിൽ നമ്മൾ വന്ന വഴി കൂടെ അത് കറക്റ്റ് ആക്കാനുള്ള ഒരു സാധനം അല്ല ഒരു ഐഡിയ നമുക്ക് വരും. പിന്നെ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ എന്താ ഇവർ പറയുന്നത്, ഒരു വീഡിയോ എടുത്ത് വെച്ചെന്നൊന്നും വിചാരിക്കരുത്. മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നതാണ്. വളരെ കാഷ്വലായിട്ടുള്ള ടോക്കാണ് താല്പര്യം. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെന്താണോ അത് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാനാണ് എനിക്കിഷ്ടം. ഓക്കെ, ഇത് ഹില്ലേരിയാണ്. ഞാൻ കിതച്ചു തുടങ്ങിയതുകൊണ്ട് ഞാൻ കുറച്ച് നേരം പോസ് ചെയ്ത് വെച്ചാണ്. സംസാരിക്കാൻ തീരെ പറ്റുന്നില്ല, ശ്വാസം പറ്റുന്നില്ല. അത് കുറച്ച് കയറ്റമാണ്. അപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് തന്നെ കുറേശ്ശെ ശ്വാസം മുട്ടും ഞാൻ കിതച്ചിട്ട് സംസാരിക്കുമ്പോൾ. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ സംസാരം ബോറാവുന്നുണ്ടെങ്കിൽ അത് പറയണം. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ കേട്ടോ. പിന്നെ എന്നെ ഈ പറയാറില്ല, ഇഷ്ടപ്പെടാത്ത വീഡിയോ ഒക്കെ വരുമ്പോൾ അതിൻ്റെ അകത്തേക്കൊക്കെ ആൾക്കാരുടെ അടിയിൽ കൂടെ നെഗറ്റീവായിട്ട് ചീത്ത വിളിക്കാറും മോശം കമൻസ് ഇടാറൊക്കെ ഉണ്ട്. എനിക്കറിയില്ല അങ്ങനത്തെയൊക്കെ എൻ്റെ വീഡിയോയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്യാമോ എന്ന്, ചെയ്യേണ്ടി വരുമോ എന്ന്. കാരണം ഓരോരുത്തരും ഓരോ പെർസ്പെക്റ്റ് അല്ലേ. സോ എനിവേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ. ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, പൊക്കോളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് വരാതിരിക്കാൻ വേണ്ടി ബ്ലോക്ക് ചെയ്തിടാം. അങ്ങനെയൊക്കെയുള്ള ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ആരോഗ്യകരമായ കമൻറ്റുകൾ ഞാൻ ഓൾവേസ് വെൽക്കം ചെയ്യും. നെഗറ്റീവാണോ പോസിറ്റീവാണോ ആണെങ്കിലും വിമർശനങ്ങളെ നമ്മളെപ്പോഴും പോസിറ്റീവായി എടുക്കുന്നതാണ് നല്ലത്. സഭ്യമായ രീതിയിലുള്ളതാണെങ്കിൽ. കാരണം അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാൻ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുമല്ലോ, അല്ലേ? ശരിയല്ലേ? പിന്നെ എനിക്ക്
എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ, എനിക്ക് എന്നെ ലൈക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, നിങ്ങൾ ഏത് മേഖലയിലുള്ളവരാണ് എന്നൊക്കെ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ വരണം. അപ്പോൾ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എനിക്കതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ്, കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവുക എന്നൊക്കെ. ഇത് ഞാൻ മുമ്പ് ഒരു കണ്ടോ, മാക്പൈ എന്ന് പറയുന്നൊരു ബേർഡാണത്. ഡേഞ്ചറസാണ്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ്. അത് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ, ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ അങ്ങനെ ഒരു മാസങ്ങളിലാണ് മുട്ടയിട്ട് കുഞ്ഞുങ്ങളുണ്ടാകുന്നൊരു സമയമാണെന്ന് തോന്നുന്നു. ആ സമയത്ത് അത് വളരെ വയലൻ്റായിട്ട് അറ്റാക്ക് ചെയ്യും അതിൻ്റെ കുട്ടികളാരെങ്കിലും. ഇത് കണ്ടോ, ഓരോ സ്ഥലത്തുനിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഷോപ്പ് ചെയ്ത് സാധനം വാങ്ങിയിട്ട് വേറെ ട്രോളി ഇവിടെ കൊണ്ടുവന്നിട്ടേക്കുന്നതാണ്. ഇതാണ് വുൾവർത്തിൻ്റെയൊക്കെ ട്രോളി, വഴി കൊണ്ടുവന്ന് ഇട്ടേക്കുവാണ്. ഒന്നും ആരും ചോദിക്കാൻ പോവില്ല, അവരവിടെ കൊണ്ടുവന്നിട്ടും. രാവിലെ ചില ദിവസം കാണാൻ അവരൊരു വണ്ടി എടുത്ത് വന്ന് ഇതെല്ലാം ബാക്കി കൊണ്ടിട്ടുണ്ട് പോകുന്നു. പക്ഷെ എന്തൊരു മോശം കാര്യമല്ലേ. കണ്ടോ, ഇതിനകത്ത് നല്ല ചെരുപ്പുകൾ, ഏതോ ഒരു ഉണ്ടോ ചപ്പൽസ് തോന്നുന്ന ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ആരെങ്കിലും എടുത്തുകൊണ്ട് വന്നു. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ഇവിടെ കേട്ടോ. വീടുകളിൽ ഇഷ്ടംപോലെ മോഷണങ്ങളൊക്കെ നടക്കും. ഇതൊരു വലിയ സ്റ്റോറിയാണ്, അത് പറഞ്ഞാൽ നമുക്ക് ഈ വീഡിയോയിലൊന്നും തീരില്ല. അത് ഈ കൺട്രിയുടെ ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ വീടെത്തി. വീട്ടിൽ ലഞ്ചിനുള്ള, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിരിക്കുവാണ്. ലഞ്ചിനുള്ള ചില പരിപാടികളായിട്ട് ഞാനിപ്പം ബിസി ആയിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ, ടേക്ക് കെയർ ഓൾ ഓഫ് യു.